അമേരിക്കൻ സൈനിക ചരിത്രത്തെയും വ്യോമസേനയെയും ഒരേപോലെ പിടിച്ചുലച്ച കനത്തൊരു ദുരന്ത വാർത്തയാണ് കാലിഫോർണിയയിലെ മോജാവെ മരുഭൂമിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. US വ്യോമസേനയുടെ ഏറ്റവും വിശ്വസ്തവും മാരകവുമായ അണുബോംബ് വാഹക തന്ത്രപ്രധാന ബോംബർ വിമാനം B-52 സ്ട്രാറ്റോഫോർസ്റ്റഡ് എഡ്വേർഡ് എയർഫോഴ്സ് ബേസിൽ തകർന്നു വീണു. പറന്നുയരുന്നതിനിടയിൽ സംഭവിച്ച ഭയങ്കരമായ ഈ അപകടത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്ന 8 ജീവനക്കാരും ദാരുണമായി കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം. പതിവ് പരീക്ഷണ പറക്കലിനായി റൺവേയിൽ നിന്ന് കുതിച്ചുയർന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഭീമൻ വിമാനം അഗ്നിഗോളമായി മാറിയത്. ഒരു പ്രമുഖ യുദ്ധവിമാനത്തിന് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ദാരുണമായ ഈ അപകടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റൺവേക്ക് സമീപമുള്ള മരുഭൂമിയിലെ വലിയൊരു ഭാഗം കരിഞ്ഞുണങ്ങി കിടക്കുന്നതും അവിടെ നിന്നും ആകാശത്തേക്ക് കറുത്ത പുകപടലങ്ങൾ ഉയരുന്നതും സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം. പസഫിക് സമയം രാവിലെ 11:20 യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ മുഴുവൻ ഞെട്ടിച്ച ഈ ദുരന്തമുണ്ടായത്. റൺവേയിൽ നിന്നും കൃത്യമായി ടേക്ക് ഓഫ് ചെയ്ത വിമാനം നിമിഷങ്ങൾക്കകം നിയന്ത്രണം വിട്ട് നിലംപതിക്കുകയായിരുന്നു. വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച വിമാനം പൂർണ്ണമായും തീപിടിച്ച് ചാമ്പലാവുകയായിരുന്നു. അപകടം നടന്നയുടൻ തന്നെ എഡ്വേർഡ് എയർഫോഴ്സ് ബേസിലെ അടിയന്തര രക്ഷാപ്രവർത്തകരും അഗ്നിശമന സേനയും സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയിരുന്നു. കപ്പൽ ചാലുകളും വിമാനത്താവളങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ട പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ഈ അപകടത്തിൽ ആർക്കും തന്നെ ജീവനോടെ രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധം കനത്തതായിരുന്നു തീപിടുത്തം. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം പൂർണ്ണമായി കരിഞ്ഞുപോയ നിലയിലാണ് കാണപ്പെട്ടത്. അപകട സ്ഥലത്ത് നിന്ന് ഉയരുന്ന കനത്ത കറുത്ത പുക നാഴികയ്ക്കപ്പുറം ദൂരേക്ക് ദൃശ്യമായിരുന്നുവെന്ന് പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. സാധാരണയായി 5 ജീവനക്കാർ മാത്രം പറത്തുന്ന B-52 വിമാനത്തിൽ എന്തിനാണ് 8 പേർ ഉണ്ടായതെന്ന ചോദ്യത്തിന് ഇതൊരു സാങ്കേതിക പരീക്ഷണ ദൗത്യമായതുകൊണ്ട് വിമാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിരീക്ഷിക്കാനും ഡാറ്റ ശേഖരിക്കാനുമായി കൂടുതൽ എഞ്ചിനീയർമാരും വിദഗ്ധരും കയറിയതുകൊണ്ടാകാം എന്നാണ് വിശദീകരണം. വിമാനത്തിൽ ആയുധങ്ങൾ ലോഡ് ചെയ്തിരുന്നോ ഇല്ലയോ എന്ന കാര്യത്തിൽ മിലിറ്ററി ഇതുവരെ കൃത്യമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല. അമേരിക്കൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രതാപമുള്ള ഒരു വിമാനമാണ് ബോയിങ് B-52 സ്ട്രാറ്റോഫോർട്രസ്. 1955 ഔദ്യോഗികമായി സേവനത്തിൽ പ്രവേശിച്ച ഈ ഭീമൻ ലോങ് റേഞ്ച് ബോംബർ വിമാനം കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായി അമേരിക്കയുടെ ആഗോള സൈനിക ശക്തിയുടെ പ്രധാന പ്രതീകമാണ്. വിയറ്റ്നാം യുദ്ധം മുതൽ മിഡിൽ ഈസ്റ്റിൽ അടുത്തിടെ ഇറാനുമായി ഉണ്ടായ സൈനിക നീക്കങ്ങളിൽ വരെ ഈ ബോംബർ വിമാനങ്ങൾ വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സാധാരണ ബോംബറുകൾക്ക് പുറമെ ആറ്റോമിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും വഹിക്കാൻ ശേഷിയുള്ള ഈ വിമാനങ്ങൾ അമേരിക്കൻ പ്രതിരോധ നിരയിലെ ഏറ്റവും മാരകമായ ഘടകമാണ്. 2016 ഗുവാമിലെ ആൻഡേഴ്സൺ എയർഫോഴ്സ് ബേസിലുണ്ടായ അപകടത്തിന് ശേഷം ആദ്യമായാണ് ഒരു B-52 വിമാനം തകർന്നു വീഴുന്നത് എന്ന പ്രത്യേകതയും ഈ ദുരന്തത്തിനുണ്ട്. വർഷങ്ങളായി കനത്ത സുരക്ഷാ റെക്കോർഡുകളുള്ള ഈ വിമാനത്തിന് സംഭവിച്ച വീഴ്ച വ്യോമസേനയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അപകടം നടന്ന കാലിഫോർണിയയിലെ എഡ്വേർഡ് എയർഫോഴ്സ് ബേസ് അമേരിക്കൻ വ്യോമയാന ചരിത്രത്തിലെ സുപ്രധാന കേന്ദ്രമാണ്. അമേരിക്കൻ വ്യോമസേനയുടെ പുതിയ വിമാനങ്ങളും ആയുധ സംവിധാനങ്ങളും സോഫ്റ്റ്വെയറുകളും ഔദ്യോഗികമായി വാങ്ങുന്നതിന് മുൻപ് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നത് ഈ വലിയ മരുഭൂമി ബേസിലാണ്. 1947 വിഖ്യാത പൈലറ്റ് ചക്ക് ഈഗർ ശബ്ദത്തിന്റെ വേഗതയെ മറികടന്ന് ചരിത്രം കുറിച്ചതും ഇതേ വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു. എഡ്വേർഡ്സ് വ്യോമസേനാ താവളത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡറായ കേണൽ ജെയിംസ് ഹെയ്സ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഈ സംഭവത്തെ അതീവ ദാരുണമായ ഒരു ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ച 8 മികച്ച അമേരിക്കക്കാരുടെ ജീവനാണ് ഇതിലൂടെ നഷ്ടമായതെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. കൊല്ലപ്പെട്ടവരിൽ മിലിറ്ററി ഉദ്യോഗസ്ഥരും സർക്കാർ പ്രതിനിധികളും സിവിൽ കരാറുകാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ഔദ്യോഗികമായി വിവരമറിയിച്ചതിനു ശേഷമേ ഇവരുടെ പേരുകൾ പുറത്തുവിടുകയുള്ളൂ. അപകടത്തെ തുടർന്ന് എഡ്വേർഡ് എയർഫോഴ്സ് ബേസിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ബേസിലേക്ക് വരേണ്ടിയിരുന്ന മറ്റു വിമാനങ്ങളെല്ലാം സുരക്ഷിതമായ മറ്റു താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. സൈനിക ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തു നിന്നുള്ള സന്ദർശകർക്ക് ബേസിലേക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന അനുമതികളും പൂർണ്ണമായി റദ്ദാക്കിയിട്ടുണ്ട്. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും പൂർണ്ണ മുൻഗണന നൽകുന്നതിന് വേണ്ടിയാണ് ഈ കർശന നടപടി. ഈ അത്യാധുനിക അണുബോംബ് വാഹക വിമാനം തകരാനുണ്ടായ കാരണം എന്താണെന്ന് കണ്ടെത്താൻ വ്യോമസേന ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
വ്യോമയാന സുരക്ഷാ വിദഗ്ധരുടെ പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ വിമാനം പെട്ടെന്ന് താഴേക്ക് പതിച്ച രീതി കാണിക്കുന്നത് ഇതിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനത്തിലുണ്ടായ ഗുരുതരമായ സാങ്കേതിക തകരാറാകാം എന്നാണ്. വിമാനത്തിന്റെ പ്രധാന നിയന്ത്രണ സംവിധാനങ്ങളുടെ തകരാറോ എഞ്ചിനിലെ പെട്ടെന്നുണ്ടായ തകരാറോ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാകാമെന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കൻ വ്യോമസേന തങ്ങളുടെ B-52 വിമാനങ്ങളുടെ അനലോഗ് റഡാർ സംവിധാനങ്ങൾ മാറ്റി ഡിജിറ്റൽ റഡാറുകളാക്കി ആധുനികവൽക്കരിച്ചിരിക്കുന്ന ഒരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഈ വിമാനം പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നത്. 70-ലധികം വർഷത്തെ പഴക്കമുള്ള ഈ വിമാന മോഡലുകളെ കാലത്തിനനുസരിച്ച് പുതുക്കി പണിയുന്ന പ്രക്രിയയാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഇത്തരം പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്ന ഫ്ലൈറ്റ് ടെസ്റ്റുകൾ സാധാരണ മിഷനുകളേക്കാൾ അതീവ അപകട സാധ്യത നിറഞ്ഞതാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സും റഡാർ വിവരങ്ങളും ശേഖരിച്ചു വരികയാണ്. പറന്നുയർന്ന ഉടനെ കൺട്രോൾ റൂമിലേക്ക് പൈലറ്റ് എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സന്ദേശം അയച്ചിരുന്നോ എന്ന് പരിശോധിക്കുന്നുണ്ട്. മെയിന്റനൻസ് സമയത്ത് വിമാനത്തിന്റെ ഭാഗങ്ങൾ ഘടിപ്പിച്ചതിൽ വന്ന പിഴവുകളോ അല്ലെങ്കിൽ പുതിയതായി ഘടിപ്പിച്ച ടെസ്റ്റിംഗ് ഉപകരണങ്ങളുടെ പരാജയമോ ആണോ ഇതിലേക്ക് നയിച്ചതെന്ന് വരും ദിവസങ്ങളിലെ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ. ഈ വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ റിപ്പോർട്ടുകൾ, ദൃക്സാക്ഷികളുടെ മൊഴികൾ, അപകട സ്ഥലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, അമേരിക്കൻ മിലിറ്ററിയുടെ ഔദ്യോഗിക പ്രതികരണങ്ങൾ, അന്വേഷണത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്നിവ വരും മണിക്കൂറുകളിൽ ചാനലിലൂടെ തത്സമയം പുറത്തുവിടുന്നതായിരിക്കും. ആഗോള പ്രതിരോധ രംഗത്ത് ഏറെ ബഹുമാനിക്കപ്പെടുന്ന ഒരു ഐതിഹാസിക വിമാനത്തിന് സംഭവിച്ച ഈ ദാരുണമായ അന്ത്യം US മിലിറ്ററിയുടെ ഭാവി നവീകരണ പദ്ധതികളെ എങ്ങനെ ബാധിക്കുമെന്നതും നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്.